ദിവസം ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഇൻഡിഗോ വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. വിമാനം ആടിയുലഞ്ഞപ്പോൾ പൈലറ്റ് പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടി. എന്നാൽ ലാഹോർ ATC ആവശ്യം തള്ളി. 227 യാത്രക്കാരുമായി പറന്ന ഡൽഹി ശ്രീനഗർ വിമാനം ബുധനാഴ്ച രാത്രിയാണ് ആകാശച്ചുഴിയിൽപ്പെട്ടത്. വിനീത VG വിശദാംശങ്ങളുമായുണ്ട്. വിനീത, ഒരു അടിയന്തര ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം പൈലറ്റ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ലാഹോർ ATC തള്ളി എന്ന വിവരം പുറത്തുവരികയാണ്. കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, തീർച്ചയായും 227 യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനമാണ് ഈ ആകാശച്ചുഴിയിൽ പെടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ യാത്രക്കാരെ സുരക്ഷിതമാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ പൈലറ്റിന്റെ ലക്ഷ്യം. അതിനെ തുടർന്നുകൊണ്ടാണ് ഈ അപകടം ഒഴിവാക്കാനായി വിമാനം വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഈ ലാഹോർ ATCയുമായി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൈലറ്റ് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയിട്ടുണ്ടായിരുന്നത് പാക് വ്യോമാതിർത്തിയിൽ. പക്ഷേ ഈ അപകടം ഒഴിവാക്കാനായി വിമാനം വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പാകിസ്ഥാൻ തടഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. വിമാനം ആടി ഉലഞ്ഞപ്പോഴാണ് പൈലറ്റ് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ ഒരു അനുവാദം തേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാഹോർ ATC ഈ ആവശ്യം തള്ളിയിരിക്കുകയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ 227 യാത്രക്കാരുമായി പറന്ന ഡൽഹി ശ്രീനഗർ വിമാനം ബുധനാഴ്ച രാത്രിയിലാണ് ഈ ആകാശച്ചുഴിയിൽപ്പെട്ടത്. ആലിപ്പുഴ വീഴ്ചയിൽ വിമാനത്തിന്റെ മുൻവശത്തിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അനുജ, അതാണ് കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽപ്പെട്ടപ്പോഴാണ് ശ്രീനഗറിലേക്കുള്ള ഇൻഡിഗോ വിമാനം, ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഇൻഡിഗോ വിമാനം, അതിന്റെ പൈലറ്റ് പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയത്. ലാഹോർ ATC ആവശ്യം തള്ളുകയായിരുന്നു. വിമാനം ആടി ഉലഞ്ഞ് ഏതായാലും അപകടമൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഭാഗ്യമുള്ള കാര്യമാണ്. പക്ഷേ തീർത്തും മനുഷ്യത്വരഹിതമായൊരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതിന്റെ വിശദാംശങ്ങളാണ് വിനീത VG നൽകിയത്.